ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സായി സച്ചരിത്ര വായിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബാബ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ നാമം ജപിക്കുന്നവനോ അല്ലെങ്കിൽ എന്നെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരിക്കലും അന്നത്തിനോ വസ്ത്രത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. ഇതുമാത്രമല്ല, ബാബ പറഞ്ഞ വാഗ്ദാനങ്ങളായിക്കോട്ടെ, ബാബ പറഞ്ഞ ഓരോരോ കാര്യങ്ങളിലും ബാബ എന്താണോ പറഞ്ഞത് അതിനൊന്നും ഇന്ന് വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ബാബ പറഞ്ഞില്ലേ, എന്നെ ആരാധിക്കുന്നവർക്ക് അന്നത്തിനോ വസ്ത്രത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്ന്. അതിനൊരു തെളിവ് ഞാൻ ഇന്ന് പറയാം. അതിനൊരു ബാബ കാണിച്ച ഒരു മിറാക്കിളെന്നോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ബാബ ആ പറഞ്ഞൊരു കാര്യം എന്നും ബാബ നിറവേറ്റും എന്നതിനുള്ള വലിയൊരു തെളിവാണത്. ഇത് മിസ്റ്റർ പഥക്കിൻ്റെ കഥയാണ് കേട്ടോ. മിസ്റ്റർ പഥക്ക് ഷിരഡി സംസ്ഥാനിലെ ഒരു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായിരുന്നു. ബാബയുടെ മഹാസമാധിക്ക് ശേഷം നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ബാബ ദ്വാരകാമയിലുള്ള ആയിക്കോട്ടെ അതിനുശേഷമായിക്കോട്ടെ ബാബ പറഞ്ഞ ഓരോ കാര്യങ്ങളും ബാബ ഇന്നും അതേപടി നിറവേറ്റു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മിസ്റ്റർ പഥക്ക് ഞാൻ പറഞ്ഞല്ലോ, ഷിരഡി സംസ്ഥാൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ഷിരഡി സംസ്ഥാൻ്റെ ട്രസ്റ്റ് അക്കൗണ്ട് സെക്ഷൻ എല്ലാം ക്ലോസ് ചെയ്ത സമയത്ത് പെട്ടെന്ന് പഥക്കിന് ഒരു ഫോൺ കോൾ വരികയാണ്. നാളെ രാവിലെ 600 പേർക്കുള്ള അന്നദാനം ഉണ്ടാക്കണം അതിനുള്ള ഒരുക്കങ്ങൾ നടക്കണം. നാളെ രാവിലെ പ്രസാദാലയത്തിൽ ഒരു 600 പേര് അന്നദാനത്തിനായി എത്തുമെന്നുള്ളത്. അപ്പോൾ പഥകിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അഡീഷണലായിട്ട് വരുന്നതാണ്. അക്കൗണ്ട്സ് ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾക്കായി പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ പഥകിന് ഒരു കാര്യം ഉറപ്പായിരുന്നു. ബാബ ദ്വാരകാമയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരു ആളും അവിടെ ഷിരഡിയിൽ വന്നതിന് ശേഷം വിശന്നുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ബാബ ഉറപ്പായിട്ടും അന്നദാനം എന്നുള്ള ഒരു കാര്യം ആർക്കും ഒരു കുറവും വരത്തില്ല. പക്ഷേ എങ്ങനെ അതിനുള്ള ഒരു ഫണ്ട് ഞാൻ കണ്ടെത്തും എന്നുള്ളത് അദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ മനസ്സിലൊരു തോന്നൽ, എന്തായാലും എൻ്റെ അത് എങ്ങനെയും ചോദിക്കുന്നതിന് ബാബ ഉറപ്പായിട്ടും ഒരു സഹായം എത്തിക്കും. പക്ഷേ ആരിലൂടെ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഒരു ഓട്ടോയിൽ 2 പേര് വരികയാണ്. വന്ന് പഥക്കിനെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു എമൗണ്ട് ഇവിടെ തരണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പഥക്ക് പറയുകയാണ്, ഇന്ന് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേരോ നിങ്ങൾ എത്ര എമൗണ്ട് ആണോ തരുന്നത് അതൊന്നും എനിക്കിന്ന് എഴുതി ചേർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ വന്ന് എനിക്ക് നിങ്ങൾ എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ കൊടുത്തിരുന്നാൽ മതിയാകുമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഇല്ല, ഞങ്ങൾക്ക് നാളെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ വാങ്ങിയേ മതിയാകും എന്ന് പറയുകയാണ്. അപ്പോൾ പഥക്ക് എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. അപ്പോൾ പഥക്ക് പറയുകയാണ്, ശരി, ഞാൻ അക്കൗണ്ട്സിൽ എഴുതുന്നില്ല, മറ്റൊരു ഇതിൽ നിങ്ങളുടെ പേര് നോട്ട് ചെയ്ത് വയ്ക്കാം എന്ന് പറയുന്ന സമയത്ത് 2 പേരും 600 രൂപ വെച്ച് കൊടുക്കുകയാണ് പഥക്കിൻ്റെ കയ്യിൽ. അപ്പം അദ്ദേഹം പൈസ വാങ്ങുന്നു. എന്താണ് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അഡ്രസ്സ് പറഞ്ഞിട്ട് അതിലൊരാൾ പറയുകയാണ്, പേര് ഷിരഡി ഖാർ എന്ന് എഴുതിയാൽ മതിയാകും എന്ന് പറയുകയാണ്. ഓൾറെഡി പഥക്കിന് എങ്ങനെയാണ് നാളത്തെ അന്നദാനത്തിനുള്ള പൈസ എങ്ങനെയാണ് ഒരുക്കങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്താണ് ഇവരും വരുന്നതും ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നതും. അദ്ദേഹം ആ പേര് ഷിരഡി ഖാറിന് എഴുതുന്നു, അവർ പറയുന്ന അഡ്രസ്സ് എഴുതുന്നു, പൈസ കൈപ്പറ്റുന്നു, പോകുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും പഴയ ചിന്ത വരികയാണ്, എങ്ങനെയായിരിക്കും ഞാൻ ആ ഒരു എമൗണ്ട് കണ്ടെത്തുക എന്ന് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 1200 രൂപ ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ള ഫണ്ട് എനിക്ക് തികഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിശയമാവുകയും അദ്ദേഹം ഉടൻ തന്നെ ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ ഒരു അഡ്രസ്സും ഈ ഒരു പേരും തരികയാണ്. നിങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി ഷിരഡി ഖാർ ആരാണെന്ന് ചോദിക്കുകയും അദ്ദേഹത്തോട് നീ പറയേണ്ടത് ഇങ്ങനെ നമുക്ക് നാളെ ഒരു 600 പേർക്ക് അന്നദാനം കൊടുക്കാനുണ്ടായിരുന്നു. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തത് കാരണം പണം എങ്ങനെ കണ്ടെത്തണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ആ ഒരു എമൗണ്ട് നിർബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ തരുന്നത്. ആ ഒരു എമൗണ്ട് കൊണ്ടാണ് നാളത്തെ 600 പേർക്കുള്ള അന്നദാനം നടത്താൻ പോകുന്നത്. അതിന് ഞങ്ങൾ ഷിരഡിയിലുള്ള എല്ലാ പേരും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പം ഈ പോകുന്ന ഞാനും അങ്ങയോട് മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് മനസ്സറിഞ്ഞൊരു നന്ദി പറഞ്ഞിട്ട് വരാൻ പറയുകയാണ്. അസിസ്റ്റൻറ്റും പോകുന്നു, അഡ്രസ്സിലോട്ട് പോകുന്നു. അവിടെ പോയി ആ ഗ്രാമത്തിലുള്ളവർക്ക് ചോദിക്കുകയാണ്, ഷിരഡിക്കാർ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുകയാണ്, ഇത് ഷിരഡിയല്ലേ സ്ഥലം, ഇവിടെയുള്ള എല്ലാവരും ഷിരഡിക്കാരാണല്ലോ എന്ന് പറയുകയാണ്. അപ്പം അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷൻ ആകുന്നു. ഈ പറയുന്ന 2 പേരെയും കാണാൻ സാധിക്കുന്നില്ല. മടങ്ങി വന്ന് പഥക്കിനോട് വിവരം പറയുകയാണ്. അടുത്ത ദിവസം രാവിലെ
ഡോക്ടർ ഗവാൻകർ എന്ന് പറയുന്ന ഒരു സായിബാബ ഡിവോട്ടിയാണ്. പഥക്കിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഷിർഡി നിത്യമായി സന്ദർശിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വരികയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പഥക്കിനോട് ചോദിക്കുകയാണ്, പഥക്ക് എങ്ങനെ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പഥക്ക് പറയുകയാണ്, ബാബയുടെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതിലും അധികമാണ് എന്ന് പറയാണ്. പഥക്ക് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഗവൻകർ പറയുകയാണ്, ശരിയാണ്, ബാബ ഒരുപാട് അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ പഥക്ക് ചോദിക്കുകയാണ്, പഥക്കിന് ഇങ്ങനെ ഒരു കാര്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് പഥക്ക് അത് പറഞ്ഞത്. അപ്പോൾ ചോദിക്കുകയാണ്, ഡോക്ടർ എന്താണ് അങ്ങനെ പറയാൻ കാരണം പെട്ടെന്ന് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കണ്ട സ്വപ്നത്തിലെ വ്യക്തി താങ്കളായിരുന്നു. അപ്പോൾ പഥക്ക് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് എന്ത് സ്വപ്നമാണ് ഡോക്ടർ കണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, 2 പേര് വന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ തരികയാണ്. പക്ഷെ അതിൽ അത്ഭുതമെന്ന് പറയുന്നത് ആ വന്ന 2 പേരിൽ ഒരാൾ നമ്മുടെ ബാബയും ഇന്നൊരാൾ അബ്ദുൽ ബാബ, വേറൊരു ബാബയെ പോലുള്ള മഹാൻ അബ്ദുൽ ബാബയുമായിരുന്നു. അപ്പോൾ ബാബയാണ് തങ്ങളുടെ കയ്യിൽ എന്തോ ഒരു ഡൊണേഷൻ പോലെയോ പൈസ പോലെയോ എന്തോ തങ്ങൾക്ക് തരികയാണ്. എനിക്കത് കണ്ട സമയത്ത് എനിക്ക് അത്ഭുതവുമുണ്ട്, എന്താണ് ഇങ്ങനെ ബാബ പഥക്കിന് എന്തിനാണ് ഒരു പൈസ കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്, അത് താങ്കളോട് പറയണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറയുന്ന സമയത്ത് പഥക്ക് അന്വേഷിച്ച് നടന്ന ആ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടി. ആരാണ് ആ പൈസ കൊടുത്തതെന്നും എങ്ങനെയാണ് 600 പേർക്ക് അന്നദാനം നൽകിയതെന്നുമുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാബ പറഞ്ഞ ഓരോ വാക്കുകളും, ബാബ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്നും ബാബയുടെ മഹാസമാധിക്ക് ശേഷവും ബാബ അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആരൊക്കെയാണോ ബാബയിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് അവർക്കൊക്കെ ബാബ പറഞ്ഞ ഓരോ കാര്യങ്ങളും ബാബ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളും ബാബ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ബാബയ്ക്കായി നമ്മളും ചെയ്യുക. ഒന്ന്, പരിപൂർണമായും ബാബയിൽ ആശ്രയിക്കുക, സർവസ്വ ശരണാഗതി. ബാബ ഒരു സർവാന്തർയാമിയാണെന്ന് എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുക. അതുപോലെ തന്നെ ബാബയെ വിശ്വസിക്കുന്നവർക്ക് ബാബ പറഞ്ഞതുപോലെ അന്നത്തിനോ വസ്ത്രത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ബാബ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മഹാസമാധിക്ക് ശേഷവും എന്നെ ആശ്രയിച്ച് വരുന്നവർക്ക് എൻ്റെ സമാധിയിലിരുന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കും. എപ്പോഴും ഓർക്കുക ഈ ഒരു കാര്യം. ബാബയുടെ അസ്ഥികൾ പോലും നമ്മളോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ബാബ എത്രത്തോളം മഹാനായിരുന്നു എന്ന് എപ്പോഴും മനസ്സിൽ വിശ്വസിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതൊരു കഷ്ടങ്ങളും ദുരിതങ്ങളും ബാബയ്ക്ക് അസാധ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഒന്നുകൂടെ പറയുന്നു, എപ്പോഴും മനസ്സിൽ വിശ്വസിക്കുക, നിങ്ങൾ എന്നെ പരിപൂർണമായി ആശ്രയിച്ചു വരുന്ന സമയത്ത് എൻ്റെ സമാധിയും എൻ്റെ അസ്ഥികൾ പോലും നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ബാബ നിങ്ങൾക്കായി നൽകുന്ന ഗൈഡൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എപ്പോഴും വിശ്വസിക്കുക. ബാബ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സൈറാം.